ഹായ് ഗെയ്സ്, സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ ഒരു അധ്യായത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ആശയവിനിമയത്തിൽ ടു, ബൈ, ഫ്രം, ഓഫ് തുടങ്ങിയ 4 പ്രിപ്പോസിഷൻസ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നതിനെ കുറിച്ചാണ്. നമുക്ക് ലെസണിലോട്ട് കിടക്കാം. ഫസ്റ്റ് പ്രിപ്പോസിഷൻ ടു എന്നതിൻ്റെ മീനിങ് എന്താണ്? ഈ അല്ലെങ്കിൽ ലേക്ക് എന്നുള്ള രണ്ടർത്ഥത്തിലാണ് സാധാരണ ഇത് ഉപയോഗിക്കാറുള്ളത്. നമുക്ക് കുറച്ച് എക്സാമ്പിളിലൂടെ ഇത് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, ഷീ വെന്റ് ടു ഹോസ്പിറ്റൽ ദിസ് മോർണിംഗ്. ഷീ വെന്റ് ടു ഹോസ്പിറ്റൽ ദിസ് മോർണിംഗ്. എന്താണ് ഇതിൻ്റെ മീനിങ്? അവൾ ഇന്ന് രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോയി എന്നതാണ്, അല്ലെങ്കിൽ പോയിരുന്നു എന്നുള്ള അർത്ഥമാണ്. ഇവിടെ ടു ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലേക്ക്, ലേക്ക് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ടു ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. മൈ ഫ്രണ്ട് കെയിം ടു മൈ ഹൗസ് യെസ്റ്റർഡേ. എൻ്റെ ഒരു കൂട്ടുകാരൻ ഇന്നലെ വീട്ടിൽ വന്നിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഇവിടെ ടു മൈ ഹൗസ്, അവിടെ ശ്രദ്ധിക്കുക, ടു എന്നുള്ളത് ടു മൈ ഹൗസ്, വീട്ടിലേക്ക്, എൻ്റെ വീട്ടിലേക്ക്, ലേക്ക് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ടു ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഹിസ് അങ്കിൾ റിട്ടേൺ ടു ദുബായ് ലാസ്റ്റ് വീക്ക്. അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച ദുബായിലോട്ട് തിരിച്ചുപോയി എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ടു ദുബായ് എന്നുള്ളതാണ്, ദുബായിലേക്ക് എന്നുള്ളത് തന്നെയാണ് ഇവിടെയും മീൻ ചെയ്യുന്നത്. അഥവാ ടു എന്നത് ലേക്ക് എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു സെന്റൻസ് ആണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത്. ഇനി അടുത്തൊരു സെന്റൻസ് നോക്കാം. ഹി ഗോസ് ടു സ്കൂൾ അറ്റ് 9 o'clock എവ്രി മോർണിംഗ്. എല്ലാ ദിവസവും കാലത്ത് അദ്ദേഹം അല്ലെങ്കിൽ അവൻ സ്കൂളിലോട്ട് പോകുന്നത് എപ്പോഴാണ്? 9 മണിക്കാണ് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഹി ഗോസ് ടു സ്കൂൾ, ആ ടു സ്കൂൾ എന്ന് പറയുമ്പോൾ സ്കൂളിലേക്ക് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെയും ടു ഉപയോഗിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത 4 സെന്റൻസുകളും സെന്റൻസുകളിലും ടു എന്നുള്ളത് ലേക്ക് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അവർ പ്രൈം മിനിസ്റ്റർ കംസ് ടു കേരള വൺസ് ഇൻ 3 months. ഇതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ പ്രധാനമന്ത്രി 3 മാസത്തിൽ ഒരിക്കൽ കേരളത്തിൽ വരാറുണ്ട് എന്നതാണ്. അവർ പ്രൈം മിനിസ്റ്റർ കംസ് ടു കേരള വൺസ് ഇൻ 3 months. 3 മാസത്തിൽ ഒരിക്കൽ കേരളത്തിൽ പ്രധാനമന്ത്രി വരാറുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ടു എന്നുള്ളതിൻ്റെ മീനിങ് എന്താണ്? ടു കേരള, കേരളത്തിലേക്ക് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ബൈ എന്നുള്ളത് വാഹനങ്ങൾക്ക് മുമ്പാണ് ഉപയോഗിക്കാറുള്ളത്. ബൈ എന്ന പ്രിപ്പോസിഷൻ വാഹനങ്ങൾക്ക് മുമ്പ് ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾ നോക്കാം. ഐ ഗോ ടു മൈ കോളേജ് ബൈ ബസ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഐ ഗോ ടു മൈ കോളേജ് ബൈ ബസ്. ഞാൻ എൻ്റെ കോളേജിലോട്ട് പോകാറുള്ളത് എങ്ങനെയാണ്? ബസ്സിലാണ് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇതുകൂടാതെ ബൈ എന്നുള്ളത് നമ്മൾ ടൈം എലമെന്റ് ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. അത് നമ്മൾ ഇതിനു മുമ്പ് ഏതോ ഒരു ലെസണിൽ കൂടുതലായിട്ട് ഡീപ്പായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അത് ഡിസ്കസ് ചെയ്യുന്നില്ല. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഹിസ് ഫാദർ കെയിം ടു ട്രിവാൻഡ്രം ബൈ ഫ്ലൈറ്റ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ തിരുവനന്തപുരത്തേക്ക് പോയിരുന്നു. എങ്ങനെയാണ് പോയിരുന്നത്? ബൈ ഫ്ലൈറ്റ്, ഫ്ലൈറ്റ് വഴിയാണ് പോയത്. അപ്പോൾ അവിടെയും ആ വാഹനത്തിന് മുൻപായിട്ടാണ് ബൈ യൂസ് ചെയ്തിട്ടുള്ളത്. ഹി കംസ് ഫോർ ഹോളിഡേയ്സ് ബൈ ട്രെയിൻ. അതിൻ്റെ അർത്ഥം എന്താ? ഹി കംസ് ഫോർ ഹോളിഡേയ്സ്, ഒഴിവു ദിവസങ്ങളിൽ അവൻ വരാറുണ്ട്. എങ്ങനെയാ? ബൈ ട്രെയിൻ, ട്രെയിനിലാണ് വരാറുള്ളത്. നെക്സ്റ്റ് വൺ, വി വെന്റ് ടു ആലപ്പുഴ ബൈ കാർ. ഞങ്ങൾ ആലപ്പുഴ പോയിരുന്നു. എങ്ങനെയാ പോയത്? ബൈ കാർ, കാറിൽ ആണ് പോയത്. നെക്സ്റ്റ് വൺ, മൈ അങ്കിൾ റിട്ടേൺസ് ഫ്രം ദ ഓഫീസ് ബൈ ബൈക്ക്. എൻ്റെ അങ്കിള് ഓഫീസിൽ നിന്നും തിരിച്ചു വരാറുള്ളത് ബൈക്കിലാണ് എന്നതാണ്. അപ്പോൾ ഇവിടെയും ബൈക്ക് എന്നുള്ള ആ വാഹനത്തിന് മുൻപായിട്ട് ബൈ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഒരു വാഹനത്തിൽ സഞ്ചരിച്ചു എന്നോ മറ്റോ പറയുമ്പോൾ അതിനു മുമ്പ് ബൈ എന്നുള്ളത് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അടുത്തത് ഫ്രം എന്നുള്ള പ്രിപ്പോസിഷൻ
എവിടെയാണ് ഉപയോഗിക്കുക? ഇൽ നിന്നും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇതുകൂടാതെ മറ്റുള്ള അർത്ഥങ്ങളുണ്ട്, അത് നമുക്ക് ഇപ്പൊ തന്നെ ഡിസ്കസ് ചെയ്യാം. ആദ്യം ഈ ഒരു അർത്ഥത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. ഫ്രം ഇൽ നിന്നും എന്ന അർത്ഥത്തിൽ. ഷീ കെയിം ഫ്രം ഹോസ്പിറ്റൽ ദിസ് ആഫ്റ്റർനൂൺ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അവൾ ഹോസ്പിറ്റലിൽ നിന്നും വന്നത്. ഷീ കെയിം ഫ്രം ഹോസ്പിറ്റൽ ദിസ് ആഫ്റ്റർനൂൺ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അവള് ഹോസ്പിറ്റലിൽ നിന്നും വന്നത്. അടുത്ത എക്സാമ്പിൾ, മൈ ബ്രദർ റിട്ടേൺ ഫ്രം എബ്രോഡ് ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ചയാണ് എൻ്റെ സഹോദരൻ വിദേശത്തു നിന്നും വന്നത്. ഇപ്പോൾ ഫ്രം എബ്രോഡ്, വിദേശത്തു നിന്നും. ഫ്രം ഹോസ്പിറ്റൽ, അതിന് മുമ്പത്തെ എക്സാമ്പിൾ നോക്കാം. ഹോസ്പിറ്റലിൽ നിന്നും, ഇൽ നിന്നും എന്നുള്ള അർത്ഥമാണ്. ഹി ഫെൽ ഫ്രം എ കോക്കനട്ട് ട്രീ ലാസ്റ്റ് വീക്ക്. അവൻ വീണു ഫ്രം എ കോക്കനട്ട് ട്രീ, ഒരു തെങ്ങിൽ നിന്നും. ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച അവൻ ഒരു തെങ്ങിൽ നിന്നും വീണു എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ ഫ്രം എ കോക്കനട്ട് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെങ്ങിൽ നിന്നും, ഇൽ നിന്നും എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഫ്രമിന് വന്നിട്ടുള്ളത്. അടുത്ത സെന്റൻസ് നോക്കിക്കേ. ഹി ഹയേർഡ് എ ടാക്സി ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ. ഹി ഹയേർഡ്, അദ്ദേഹം വാടകയ്ക്ക് എടുത്തു, എ ടാക്സി, ഒരു ടാക്സി, ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷനിൽ നിന്നും, ഇൽ നിന്നും എന്നുള്ള അർത്ഥമാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ഇനി ഫ്രം എന്നുള്ളത് തന്നെ മുതൽ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. കുറച്ച് എക്സാമ്പിളുകൾ പരിചയപ്പെടാം. ഐ വെയിറ്റഡ് ഫോർ ദ ബസ് ഫ്രം 9 o'clock to 10 o'clock. ഐ വെയിറ്റഡ്, ഞാൻ കാത്തിരുന്നു, ഫോർ ദ ബസ്, ബസ്സിന് വേണ്ടി, ഫ്രം 9 o'clock to 10 o'clock, 9 മണി മുതൽ 10 മണി വരെ. അപ്പോൾ ഇവിടെ 9 മണി മുതൽ, ഫ്രം 9 o'clock. ശ്രദ്ധിക്കുക, മുതൽ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഫ്രം യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്ത സെന്റൻസ്, ദ കൾച്ചറൽ പ്രോഗ്രാം ഇൻ കോളേജ് ഈസ് ഫ്രം 7 o'clock in the evening. കൾച്ചറൽ പ്രോഗ്രാം എപ്പോഴാണ്? കോളേജിലെ കൾച്ചറൽ പ്രോഗ്രാം എന്ന് പറയുന്നത് 7 മണി മുതലാണ്, വൈകുന്നേരം 7 മണി മുതൽ എന്നുള്ളതാണ് ഫ്രം 7 o'clock in the evening എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെയും മുതൽ എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് ഫ്രം യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ദർ വാസ് ട്രാഫിക് ജാം. ട്രാഫിക് ജാം ഉണ്ടായിരുന്നു ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ മുതൽ, അവിടെ ഫ്രം മുതൽ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ ടു ദ സിറ്റി മാർക്കറ്റ്, റെയിൽവേ സ്റ്റേഷൻ മുതൽ സിറ്റി മാർക്കറ്റ് വരെ. അടുത്ത എക്സാമ്പിൾ, ദർ വിൽ ബി ബസ് സ്ട്രൈക്ക്. ബസ് സ്ട്രൈക്ക് ഉണ്ടാവും ഇൻ കേരള, കേരളത്തിൽ, ഫ്രം നെക്സ്റ്റ് മൺഡേ, അടുത്ത തിങ്കളാഴ്ച മുതൽ. ഫ്രം നെക്സ്റ്റ് മൺഡേ, അടുത്ത തിങ്കളാഴ്ച മുതൽ, മുതൽ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെയും ഫ്രം യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്രമിന്റെ രണ്ട് ഉപയോഗങ്ങൾ നമ്മൾ ഈ ഒരു ലെസണിലൂടെ പഠിച്ചു കഴിഞ്ഞു. ഇനി ഓഫ് എന്നുള്ള പ്രിപ്പോസിഷൻ എവിടെയാണ് ഉപയോഗിക്കുക? ഒന്നുകിൽ ലേ, അല്ലെങ്കിൽ ഉഡേ, അല്ലെങ്കിൽ ഇൻഡേ എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് ഉപയോഗിക്കുക. എക്സാമ്പിൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഡീപ്പായിട്ട് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നോക്കാം. ഷീ ഈസ് എ സ്റ്റുഡൻറ് ഓഫ് MES കോളേജ്. അവൾ MES കോളേജിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ MES കോളേജിലെ, ലേ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഓഫ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓഫ് MES കോളേജ്, MES കോളേജിലെ. അടുത്തത്, ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഡൽഹി എന്ന് പറയുന്നത് ഇന്ത്യയുടെ തലസ്ഥാനമാണ് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇവിടെയും ഇന്ത്യയുടെ, ഉഡേ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? ഓഫ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഇന്ദിരാഗാന്ധി വാസ് ദ ഡോട്ടർ ഓഫ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളാണ് ഇന്ദിരാഗാന്ധി ആയിരുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഓഫ് ഉപയോഗിച്ചിട്ടുള്ളത് ഇന്ത്യ, ജവഹർലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റുവിൻ്റെ, ഇന്ത്യ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഓഫ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലേ എന്നുള്ള അർത്ഥത്തിലും ഉഡേ എന്നുള്ള അർത്ഥത്തിലും ഇന്ത്യ എന്നുള്ള അർത്ഥത്തിലും എന്ത് ചെയ്യാറുണ്ട്? ഓഫ് എന്നുള്ളത് ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് സെന്റൻസ് ശ്രദ്ധിക്കുക. ഓണം ഈസ് ദ ഫെസ്റ്റിവൽ ഓഫ് കേരള. കേരളത്തിൻ്റെ, ഓഫ് കേരള, കേരളത്തിൻ്റെ ഒരു ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പ്രധാനമായും നമ്മൾ ഡിസ്കസ് ചെയ്തത് 4 പ്രിപ്പോസിഷൻസ് ആണ്. ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ലെസൺ വളരെയധികം യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവരിലോട്ട് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് all my lessons.